നൈസ് തിങ്കേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 2ാം ക്ലാസ്സുകാരുടെ ഇന്റഗ്രേഷൻ സെക്കൻഡ് ഡേയുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? കൂട്ടുകാർക്ക് അറിയാം, ഉദ്ഗ്രഥനം എന്ന് പറയുമ്പോൾ 1ാം ദിവസത്തിന്റെ തുടർച്ച തന്നെയാണ് അല്ലേ? ഇന്റഗ്രേഷൻ സെക്കൻഡ് ഡേ എന്ന് പറയുമ്പോൾ ഇന്റഗ്രേഷൻ ഫസ്റ്റ് ഡേയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ മാമലക്കാട്ടിലെ ഉത്സവം കൂട്ടുകാർക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. മാമലക്കാട്ടിലെ ഉത്സവത്തിൽ കടങ്കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് മാൻകുഞ്ഞിനായിരുന്നു. മാൻകുഞ്ഞ് സമ്മാനവുമായി വീട്ടിലേക്ക് ഓടി. വഴിയിൽ കുതിരച്ചേട്ടനെ കണ്ടു. മാൻകുട്ടിയും കുതിരച്ചേട്ടനും തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യത്തെ പ്രവർത്തനം. പ്രവർത്തനം 6 എന്താണ്? പറഞ്ഞതെന്തെല്ലാം. കടങ്കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മാൻകുഞ്ഞ് സമ്മാനവുമായി വീട്ടിലേക്ക് ഓടി. വഴിയിൽ കുതിരച്ചേട്ടനെ കണ്ടു. തുടർന്ന് അവർ നടത്തിയ സംഭാഷണം എന്താണെന്ന് എഴുതുക. കുതിരച്ചേട്ടനും മാൻകുഞ്ഞും എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കുതിര മാൻകുഞ്ഞിനെ വിളിച്ചു. മാൻകുഞ്ഞേ, മാൻ എന്തോ? കുതിരച്ചേട്ടൻ വിളിച്ചതിന് മാൻകുഞ്ഞ് എന്ത് ചെയ്തു? വിളി കേട്ടു അല്ലേ? കുതിര ചോദിച്ചു, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. മാൻ, അതെ ചേട്ടാ. കുതിര, എന്താ വിശേഷിച്ച്? മാൻ, മാമലക്കാട്ടിലെ കടങ്കവിതാ മത്സരത്തിൽ ഞാനാ വിജയി. ഓക്കെ, അപ്പോൾ കഥയുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണമാണ് നടത്തേണ്ടത്. ഈ സംഭാഷണം ഇങ്ങനെ എഴുതാം. കൂട്ടുകാർക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? എഴുതാം. ഇത് വെറും ഒരു മാതൃക മാത്രമാണ് ഞാൻ തന്നത്. ഓക്കെ, ഈ ചിത്രത്തിന് ഉചിതമായ എന്ത് സംഭാഷണം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. തന്നിരിക്കുന്ന ചിത്രങ്ങളും വായനാ സാമഗ്രികൾ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട കഥയുണ്ടല്ലോ, അതൊക്കെ പ്രയോജനപ്പെടുത്തി ആശയ തുടർച്ചയോടെ സന്ദർഭോചിതമായി നിങ്ങൾ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് എക്സാമിന് ടീച്ചേഴ്സ് നോക്കുന്നത്. പ്രവർത്തനം 7. ശുചിത്വം മഹത്വം. പാചക മത്സരത്തിൽ പങ്കെടുത്ത കുതിരച്ചേട്ടൻ കണ്ട കാര്യങ്ങൾ നോക്കൂ. ശരിയായവയ്ക്ക് സ്മൈലിയും തെറ്റായവയ്ക്ക് ക്രൈയുടെ പിക്ചറും വരയ്ക്കുക. അറിയാലോ. നോക്കൂ, കുതിരച്ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്? പാചകത്തിന് മുമ്പ് കൈ കഴുകി, പാചകത്തിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകിയില്ല, കഴുകാത്ത പച്ചക്കറികൾ ഉപയോഗിച്ചു, ആഹാരം അടച്ചു വച്ചിട്ടുണ്ട്, ശുദ്ധമായ വെള്ളം ഉപയോഗിച്ചു, വൃത്തിയില്ലാത്ത സ്ഥലത്ത് പാചകം ചെയ്തു. ഓക്കെ, ഇതില് നല്ല കാര്യങ്ങൾക്ക് സ്മൈലി, ചിരിക്കുന്ന മുഖം വരയ്ക്കുക. തെറ്റായ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക? ചിരിക്കുന്ന മുഖം വരയ്ക്കോ? ഇല്ല അല്ലേ? അപ്പോൾ ഇതിലേതൊക്കെയാ ശരിയായത്? പാചകത്തിന് മുമ്പ് കൈ കഴുകി, അത് സ്മൈലി കൊടുക്കുക അല്ലേ? പാചകത്തിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകിയില്ല, സ്മൈലി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കഴുകാത്ത പച്ചക്കറികൾ ഉപയോഗിച്ചു, അവിടെ നമ്മൾ സ്മൈലി കൊടുക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അടുത്തത്, ആഹാരം അടച്ചു വച്ചിട്ടുണ്ട്, നല്ല ശീലമാണ്, നല്ല കാര്യമാണ് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് സ്മൈലി കൊടുക്കാം. അടുത്തത്, ശുദ്ധമായ വെള്ളം ഉപയോഗിച്ചു, പാചകം ചെയ്യാൻ ശുദ്ധമായ വെള്ളമാണ് ഉപയോഗിച്ചത്, സ്മൈലി കൊടുക്കാം. അടുത്തത്, വൃത്തിയില്ലാത്ത സ്ഥലത്ത് പാചകം ചെയ്തു, നല്ലതാണോ? അല്ല. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്മൈലി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എത്ര സ്മൈലി കൊടുക്കാൻ പറ്റും? 3 സ്മൈലി, 3 ചിരിക്കുന്ന മുഖവും 3 ചിരിക്കാത്ത മുഖവും കൊടുക്കാം അല്ലേ? ആകെ 6 സെന്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. 7ാമത്തെ പ്രവർത്തനത്തിലെ അടുത്ത ചോദ്യം നോക്കൂ. ആരോഗ്യകരമായ ജീവിതത്തിന് നാം പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങൾ എഴുതുക. ആരോഗ്യകരമായ ജീവിതത്തിന് നാം പാലിക്കേണ്ട ഏതെങ്കിലും 3 ശുചിത്വ ശീലങ്ങൾ വേണം എഴുതാൻ. ഒന്നുകൂടെ തന്നിട്ടുണ്ട്, ദിവസവും കുളിക്കണം. ഇനി എന്തൊക്കെ എഴുതാം? ആഹാരത്തിന് മുൻപും ശേഷവും കൈയും വായും കഴുകണം, വൃത്തിയുള്ള ഭക്ഷണം കഴിക്കണം, ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക അല്ലേ? അങ്ങനെ ശുചിത്വ ശീലങ്ങൾ നമുക്ക് ധാരാളം എഴുതാം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ഓക്കെ, അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ എഴുതിയാൽ മതി. കൂട്ടുകാർക്ക് ഒത്തിരി ശുചിത്വ ശീലങ്ങൾ അറിയാം അല്ലേ? അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ദിവസവും കുളിക്കണം, പല്ല് തേക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, ആഹാരത്തിന് മുൻപും ശേഷവും കൈയും വായും കഴുകണം, വൃത്തിയുള്ള ഭക്ഷണം കഴിക്കണം, പിന്നെ ആഹാര സാധനങ്ങൾ അടച്ചു വച്ച് അത് മാത്രം കഴിക്കുക, തണുത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ തണുത്ത മീൻസ് പഴകിയതോ ചീത്തയായതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അല്ലേ? അങ്ങനെ ഒത്തിരി ശുചിത്വ ശീലങ്ങളുണ്ട്. അതിലേതെങ്കിലും 2 എണ്ണം എഴുതുക.
8ാമത്തെ ചോദ്യം നോക്കൂ. ആകാശത്തിലെ കൂട്ടുകാർ. കാട്ടിലെ ഉത്സവത്തിന് ചിത്രരചനാ മത്സരമുണ്ടായിരുന്നു. കുയിലമ്മ വരച്ച ചിത്രത്തിന് നിറം നൽകുക. നോക്കൂ, കുയിലമ്മ വരച്ച ചിത്രം കണ്ടല്ലോ. എന്തിന്റെ ചിത്രമാ? മഴവില്ലിന്റെ അല്ലേ? ഈ മഴവില്ലിന് നിറം നൽകുക. അടുത്ത് നോക്കൂ, മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട്? എത്രയാ? 7. മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട്? 7. മഴവില്ലിലെ ഏതെങ്കിലും 3 നിറങ്ങളുടെ പേരെഴുതുക. കൂട്ടുകാർക്കറിയാം മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ട്? 7 നിറങ്ങളുണ്ട്. ആ 7 നിറങ്ങളില് ഏതെങ്കിലും 3 നിറങ്ങളുടെ പേരെഴുതുക. മഴവില്ലുള്ള നിറങ്ങൾ ഏതൊക്കെയാ? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഇത്രയാണ് അല്ലേ 7 നിറങ്ങൾ. അതിൽ ഏതെങ്കിലും 3 നിറങ്ങളുടെ പേരെഴുതിയാൽ മതി. ഓക്കെ, വെബ്ജിയോർ എന്നാ പറയുന്നത് അല്ലേ മഴവില്ലിന്റെ നിറത്തിന്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതാ 7 കളർ. അതിൽ ഏതെങ്കിലും 3 എഴുതണം. ഇംഗ്ലീഷിലല്ല എഴുതേണ്ടത്, മലയാളത്തിലാണ്. ഏതാ? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. അതിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതുക. ഓക്കെ, അത് നോക്കൂ. രാത്രിയിൽ ആകാശത്ത് കാണുന്നത് എന്തെല്ലാം? രാത്രിയിൽ ആകാശത്ത് കാണുന്നത് എന്തെല്ലാം? നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ചന്ദ്രനെന്നോ അമ്പിളിയമ്മാവനെന്നോ അമ്പിളിമാമനെന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ രാത്രിയിൽ ആകാശത്ത് കാണുന്നത് എന്തൊക്കെയാണ്? നക്ഷത്രങ്ങളും അമ്പിളിയമ്മാവനും അല്ലെങ്കിൽ ചന്ദ്രനും. ഓക്കെ, 9ാമത്തെ പ്രവർത്തനം നോക്കൂ കൂട്ടരെ. പത്രവാർത്ത. മാമലക്കാട്ടിലെ ഉത്സവം കഴിഞ്ഞു. വനശബ്ദം പത്രത്തിലേക്കുള്ള ഉത്സവത്തിന്റെ ഒരു വാർത്ത തയ്യാറാക്കുക. കൂട്ടുകാർക്ക് വാർത്ത എഴുതേണ്ട രീതികളൊക്കെ അറിയാലോ. അപ്പോൾ ഒരു പത്രവാർത്ത തയ്യാറാക്കണം. പത്രം വായിക്കാറുണ്ടല്ലോ. അപ്പോൾ ദിനപത്രത്തിന്റെ മാതൃകയിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി ഒരു കുട്ടിപ്പത്രം തയ്യാറാക്കുക. നമ്മുടെ പത്രവാർത്തയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? കാട്ടിലെ ഉത്സവ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്താം. കടങ്കവിതാ മത്സരത്തിൽ മാൻകുട്ടിക്ക് സമ്മാനം കിട്ടിയതും, ഓട്ട മത്സരത്തിൽ ആര് ജയിച്ചുവെന്നും, എന്തൊക്കെ മത്സരം നടത്തിയെന്നും അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ എന്ത് ചെയ്യാം? പത്രവാർത്തയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഒരു മാതൃകയായിട്ട് നോക്കോളൂ. മാമലക്കാട്. മാമലക്കാട്ടിലെ മൃഗങ്ങളുടെ ഒത്തൊരുമയുടെ ഫലമായി അതിമനോഹരമായ രീതിയിൽ മാമലക്കാട്ടിലെ ഉത്സവം നടന്നു. ഉത്സവത്തിൽ വ്യത്യസ്തത പുലർത്തിയത് കടങ്കവിതാ മത്സരമായിരുന്നു. അതിൽ മാൻകുഞ്ഞ് വിജയിയായി. ഓട്ട മത്സരത്തിൽ സമ്മാനം നേടുമെന്ന് ഉറപ്പിച്ച മുയലിനെ തോൽപ്പിച്ച് ആമച്ചേട്ടൻ ഇത്തവണയും വിജയിയായി. കാട്ടിലെ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തോടുകൂടി ഉത്സവത്തിൽ പങ്കുചേരുകയും അടുത്ത വർഷത്തെ ഉത്സവം ഇതിനേക്കാൾ മനോഹരമാക്കുമെന്ന് പറയുകയും ചെയ്തു. ഓക്കെ, ഇത്രയും മതി. 2ാം ദിവസത്തിലെ അവസാനത്തെ പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 10. നിയമം പാലിക്കാം. ഉത്സവം കഴിഞ്ഞ് കുതിരച്ചേട്ടൻ നാടുകാണാൻ ഇറങ്ങി. റോഡ് നിറയെ വാഹനങ്ങൾ. കുതിരച്ചേട്ടൻ പതുക്കെ നടന്നു. അതാ ഒരു വെളിച്ചം. എന്താ? ഒരു സിഗ്നൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണല്ലേ. അതിനെന്ത് ചെയ്യണം? കൃത്യമായ രീതിയിൽ നിറം നൽകുക. അറിയാം സിഗ്നൽ ലൈറ്റിൽ കാണുന്ന നിറങ്ങൾ. മുകളിൽ ചുവപ്പ്, നടുവിലോ യെല്ലോ, മഞ്ഞ, താഴെ പച്ച അല്ലേ? സിഗ്നൽ വെളിച്ചങ്ങൾ എന്തൊക്കെയാണ്? ചുവപ്പ്, മഞ്ഞ, പച്ച. കൂട്ടുകാർക്ക് ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണേ. സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം? ചുവപ്പ് നിറമാണെങ്കിൽ വാഹനം നിർത്തുക. മഞ്ഞ, വാഹനം മുന്നോട്ട് പോകാനായി തയ്യാറാവുക. പച്ച, മുന്നോട്ട് പോകാം അല്ലേ? ചുവപ്പ്, വാഹനങ്ങൾ നിർത്തുക. മഞ്ഞ, വാഹനങ്ങൾ മുന്നോട്ട് പോകാനായി തയ്യാറാവുക. പച്ച, മുന്നോട്ട് പോകാം. പിന്നെ വാഹനങ്ങൾ അങ്ങനെ വലുതായിട്ട് എഴുതിയില്ലെങ്കിലും ചുവപ്പ് നിർത്തുക, മഞ്ഞ തയ്യാറാവുക, പച്ച മുന്നോട്ട് പോവുക. ഓക്കെ, അടുത്ത് നോക്കൂ. റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. 2 കാര്യങ്ങൾ എഴുതണം. റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. കൂട്ടുകാർക്കറിയാം റോഡിൻ്റെ ഏത് വശം ചേർന്ന് നടക്കേണ്ടത്? റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക. റോഡിന് വലതുവശം ചേർന്ന് നടക്കുക.
പിന്നെയോ സീബ്ര ക്രോസിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുക. വലതുവശം ചേർന്ന് നടക്കുക. സീബ്ര ക്രോസിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുക. വളരെ സിമ്പിളായിരുന്നു അല്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.